6-ാമത്തെ സർഗത്തിലെ 17 പദ്യങ്ങളാണ് വായിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. തതോ ദേഹം പരിത്യജ്യ ചിത്തേ സത്താമുപാഗതേ സതത് പ്രാണ ഇവാകാശം പരം നിർവാണമായയോ. ഈ 4 വിപശ്ചിത്തുകളിൽ ഒരാൾ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്തു. അയാൾ യാത്ര ചെയ്ത് അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബാലകൃഷ്ണനെ കണ്ടു. ഉണ്ണിക്കണ്ണൻ കളിച്ച് നടക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടു. ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നിന്നും ആത്മവിദ്യ കേട്ടറിഞ്ഞ് അയാൾ തത്വവിചാരം ചെയ്ത് മുക്തനായി പോയിന്ന്. പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്ത വിപശ്ചിത്ത്. അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ല, അതും കൂടെ വായിക്കാം. ദേഹം ദേഹഭാവം പരിത്യജ്യ, ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ താൻ ശരീരമാണ് എന്നുള്ള ചിന്തയെ, ആ തെറ്റിദ്ധാരണയെ ഉപേക്ഷിച്ചിട്ട് വീതഹവ്യോപാഖ്യാനോക്തരീത്യ, വീതഹവ്യൻ എന്ന ഒരു ഋഷിയുടെ കഥ നമ്മൾ പണ്ട് വായിച്ചു വാസിഷ്ഠത്തിൽ. എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്കും ഓർമ്മയുണ്ടാവാൻ വഴിയില്ല, സാധ്യതയില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് വീതഹവ്യൻ്റെ കഥ. ആ വീതഹവ്യൻ്റെ കഥയിൽ അവസാനം അദ്ദേഹം ഞാൻ ശരീരമല്ല എന്ന തീരുമാനത്തിലൂടെ മോക്ഷപദത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ വീതഹവ്യൻ്റെ കഥയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചിത്തേ സത്താം സന്മാത്രരൂപതാം, ചിത്തം സത്തയായി മാറിയപ്പോൾ, സത്ത ബ്രഹ്മം യഥാർത്ഥത്തിലുള്ളത്, മനസ്സ് ബ്രഹ്മത്തെ ചിന്തിച്ച് ബ്രഹ്മമായി മാറുമ്പോഴാണ് ഈ മോക്ഷം സിദ്ധിക്കുന്നത്. നമ്മൾ മനസ്സ് ബ്രഹ്മത്തിൽ അലിയുന്നു, മനസ്സ് ബ്രഹ്മത്തിൽ ഏകാഗ്രപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മനസ്സ് അല്ലെങ്കിൽ ചിത്തം ബ്രഹ്മമയമായി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സ് വേറെ ബ്രഹ്മം വേറെ എന്നുള്ള ഭാവം ഇല്ല. ബ്രഹ്മം നിശ്ചലമാണ്. മനസ്സ് നിശ്ചലമായാൽ അത് തന്നെ മോക്ഷസ്ഥിതി. അത്രയേ ഉള്ളൂ. മനസ്സ് അതിൻ്റെ ചാഞ്ചല്യത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പരിപൂർണ നിശ്ചലാവസ്ഥയിലെത്തുമ്പോൾ മനസ്സ് തന്നെ ബ്രഹ്മമായി മാറുന്നു. അങ്ങനെ ബ്രഹ്മമായി മാറി വീതഹവ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിത്തേ സത്താമുപാഗതേ, ചിത്തം സത്തയുമായി ഒന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ സത്തയായി തീരുമ്പോൾ, ഉണ്മയായി തീരുമ്പോൾ, ഇതിനെ തന്നെ ചിത്തേ അസത്താമുപാഗതേ എന്നും നമുക്ക് വിഗ്രഹിക്കാം. അങ്ങനെ വിഗ്രഹിക്കുമ്പോൾ മനസ്സ് അസത്തയെ പ്രാപിക്കുമ്പോൾ, മനസ്സല്ലാതാവുമ്പോൾ, മനസ്സ് എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യം, ചലനം, അതാണ് മനസ്സിൻ്റെ സ്വഭാവം. ചലനത്തെ ഉപേക്ഷിച്ചിട്ട് മനസ്സ് നിന്നാൽ അത് തന്നെയാണ് ബ്രഹ്മം. അങ്ങനെ ചിത്തമല്ലാതാകുമ്പോൾ, ചിത്തേ അചിത്തതാം നീതേ എന്ന് ഇതിനു മുമ്പ് വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുണ്ട്. മനസ്സല്ലാതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചലനത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അത് നിൽക്കുമ്പോൾ അത് തന്നെയാണ് ബ്രഹ്മം. സ വിപശ്ചിത് പരം നിർവാണം കൈവല്യമായയോ. ആ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ വിപശ്ചിത്ത് നിർവാണത്തെ പ്രാപിച്ചു, മോക്ഷസ്ഥിതിയെ പ്രാപിച്ചു. യഥാ തസ്യ പ്രാണ ആകാശഭാവമായയോ തദ്വത്. പ്രാണൻ ആകാശത്തിൽ സ്പന്ദിക്കുന്ന ഒന്നാണ്. പ്രാണൻ അത് സ്പന്ദനമാണ്. നമ്മുടെ ശരീരത്തിലുള്ള പ്രാണചലനം, നാഡീ സ്പന്ദനമായാലും ഹൃദയസ്പന്ദനമായാലും ഇങ്ങനെ സ്പന്ദനം, പൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. പൾസ് ആയാലെന്ത്, ഹാർട്ട് ബീറ്റ് ആയാലെന്ത്, ഊർജത്തിൻ്റെ സ്പന്ദനങ്ങളാണ്, വൈബ്രേഷൻസ്. അപ്പോൾ പ്രാണൻ സ്പന്ദിക്കുന്നത് ആകാശത്തിലാണ്. ബാഹ്യമായ പുറമേയുള്ള ഈ ശൂന്യാകാശത്തിലല്ല, ഹൃദയാകാശത്തിൽ. ഹൃദയാന്തർഭാഗത്ത് അതിസൂക്ഷ്മമായ ഒരു ആകാശമുണ്ട്, ദഹരാകാശം എന്നാണ് അതിൻ്റെ പേര്. ആ ദഹരാകാശത്തിൽ പ്രാണൻ സ്പന്ദിച്ചു തുടങ്ങുമ്പോഴാണ് ജീവഭാവം പൊന്തുന്നത്. അതുപോലെ ജീവഭാവം അപ്രത്യക്ഷമാകുമ്പോൾ പ്രാണസ്പന്ദനം നിലയ്ക്കും. എപ്പോഴൊക്കെ ജീവൻ ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നുണ്ടോ,
അപ്പോഴൊക്കെ പ്രാണസ്പന്ദനം തനിയെ നിൽക്കും. അങ്ങനെയാണ് ഈ യോഗിമാർ പ്രാണസ്പന്ദനത്തെ നിരോധിച്ച് ആത്മജ്ഞാനം നേടാൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ നിശ്ചലത നേടാൻ ശ്രമിച്ചത്. പ്രാണനും മനസ്സും പരസ്പര ബന്ധമുള്ളവയാണ്. ഒന്ന് ചലിച്ചാൽ മറ്റേതും ചലിക്കും, ഒന്ന് ചലനം നിർത്തിയാൽ മറ്റേതും ചലനം നിർത്തും. ഇപ്പം നമുക്ക് മനസ്സിനെ നേരിട്ട് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് താരതമ്യേന സ്ഥൂലമായ പ്രാണനെ നിരോധിക്കുക വഴി മനസ്സിനെ നിരോധിക്കാൻ ശ്രമിച്ചു യോഗിമാർ. അതാണ് യോഗമാർഗം. സാഖ്യമാർഗം എന്ന് പറഞ്ഞാൽ പ്രാണനെ ഒന്നും പിടിക്കുന്നില്ല, തത്വവിചാരത്തിലൂടെ മനസ്സിനെ നേരിട്ട് ശാന്തമാക്കുന്ന പ്രക്രിയയാണ് സാഖ്യം. അത് വിചാരമാർഗമാണ്. വിചാരമാർഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം വേദാന്ത ഗ്രന്ഥങ്ങൾ നൽകുന്നത്. രമണ മഹർഷിയും ഈ വിചാരമാർഗത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രാണായാമമൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. അവനവൻ്റെ ഉള്ളിൽ പൊന്തുന്ന ഈ ഞാൻ എന്ന ഭാവം ഇതെന്താണ്, ഇത് ഏത് തലത്തിൽ നിന്ന് പൊന്തുന്നു, അന്തർമുഖമായി അന്വേഷിക്കൂ. അപ്പോൾ ആ സ്പന്ദനം ഉള്ളിൽ തന്നെ ലയിക്കുന്നത് കാണാം. മനസ്സ് അല്ലെങ്കിൽ പ്രാണൻ ലയിക്കുന്ന ആ സ്ഥാനമാണ് ആത്മാവ്. അപ്പോൾ ഈ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ വിഭശ്യത്തിൻ്റെ പ്രാണൻ ഹൃദയാകാശത്തിൽ ലയിച്ചു ചേർന്നു, പ്രാണൻ്റെ സ്പന്ദനം നിലച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി എന്നല്ല. പ്രാണൻ്റെ സ്പന്ദനം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് മരണമല്ല. പ്രാണസ്പന്ദനം, ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരുന്ന പ്രാണൻ ശരീരത്തിന് പുറത്ത് സ്പന്ദിക്കാൻ തുടങ്ങുന്നു. പ്രാണസ്പന്ദനം നിലയ്ക്കുന്നില്ല. സമാധി അവസ്ഥയിൽ മാത്രമാണ് പ്രാണസ്പന്ദനം പൂർണ്ണമായും നിലയ്ക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ഹൃദയസ്പന്ദനമില്ല, നാഡീസ്പന്ദനമില്ല, ആൾ മരിച്ചുപോയി. അകത്ത് സ്പന്ദിച്ചുകൊണ്ടിരുന്ന പ്രാണൻ പുറത്ത് സ്പന്ദിക്കുന്നു, സ്പന്ദനം നിലയ്ക്കുന്നില്ല. സമാധ്യവസ്ഥയിൽ മാത്രമാണ് പ്രാണസ്പന്ദനം നിലയ്ക്കുന്നത്. ഉപലക്ഷണമേതത് ഷോഡശകലാനാം, 16 കലകൾ ഈ പ്രാണനുണ്ട് എന്നാണ്. പ്രാണനും പ്രാണനുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മറ്റ് തത്വങ്ങളും. അതുകൊണ്ട് 16 കലകൾ. ഈ 16 എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രൻ്റെ 15 ദിവസം, അതായത് ഒരു പക്ഷമെന്ന് പറയുമ്പോൾ പ്രഥമ മുതൽ ചതുർദശി വരെ 14 ദിവസം. 14 ദിവസം കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസം ഒന്നുകിൽ പൗർണമിയായിരിക്കും, അല്ലെങ്കിൽ അമാവാസിയായിരിക്കും. കറുത്തവാവോ വെളുത്തവാവോ ആയിരിക്കും. വീണ്ടും ഒന്നേന്ന് തുടങ്ങും, പ്രഥമ ദ്വിതീയ. അപ്പോൾ ഈ മനസ്സും വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ചില സമയത്ത് മനസ്സ് വല്ലാണ്ട് ഇളകും, ചിലപ്പോൾ അത് വളരെ ശാന്തമായിരിക്കും. അപ്പോൾ ഈ ചന്ദ്രനുമായിട്ടാണ് മനസ്സിനെ ബന്ധിപ്പിക്കുന്നത്. മനോരോഗികളുടെ നില ഈ ചന്ദ്രൻ്റെ, അതായത് ചന്ദ്രൻ്റെ നമ്മൾ പറയില്ലേ, അത് എന്താ പറയുന്നതിന്, വികാസവും തളർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഈ കറുത്തവാവാകുമ്പോൾ മനോരോഗികളുടെ രോഗം കലശലാകും. വെളുത്തവാവിനോടടുക്കുമ്പോൾ ആ രോഗം അതിൻ്റെ ഏറ്റവും ഉപശമിച്ച അവസ്ഥയിലെത്തിച്ചേരും. അപ്പോൾ ഈ എന്തോ ഒരു ബന്ധമുണ്ട്. കടൽ വെള്ളത്തിനും ചന്ദ്രനും തമ്മിൽ ബന്ധമുണ്ട്. ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ട് നമ്മൾ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗോളമാണ് ചന്ദ്രൻ, ഭൂമിയുടെ ഉപഗ്രഹമാണ്. അപ്പോൾ അതിന് ഭൂമിയിലുള്ള പലതിനെയും സ്വാധീനിക്കാൻ പറ്റും. ചില മരുന്നുകളൊക്കെ ഈ ആയുർവേദ ശാസ്ത്രത്തിൽ ചില മരുന്നുകളൊക്കെ നിലാവിൽ ഉണക്കിയെടുക്കണമെന്നാണ് പറയുന്നത്. നിലാവിൽ ഉണങ്ങത്തില്ല, ചൂടില്ലല്ലോ, പക്ഷെ ആ നിലാവ് കൊള്ളിക്കണം. ചില നെല്ലിനങ്ങളൊക്കെ നിലാവിലിങ്ങനെ ചന്ദ്രപ്രകാശം അതിൽ തട്ടിയാൽ അതിൽ നിന്ന് നല്ല വിളവ് കിട്ടും, ആ ധാന്യം മുളച്ചു വന്നാൽ. അപ്പം അങ്ങനെ എന്തൊക്കെയോ ബന്ധമുണ്ട്, നമുക്ക് ഒന്നും അറിയത്തില്ല, നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം.
പ്രകൃതിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല, എന്തൊക്കെയോ അറിയാം, ഞങ്ങൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്നുള്ള അഹങ്കാരം മാത്രം മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പ്രകൃതിയുടെ ഉള്ളറകളിൽ ഇനിയും കണ്ടെത്തപ്പെടാത്ത എത്രയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. മനുഷ്യ മനസ്സിനെ പോലും ഇതുവരെ ശരിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല മനഃശാസ്ത്രജ്ഞന്മാർക്ക്. അവനവൻ്റെ ഉള്ളിലുള്ള ഈ മനസ്സിനെ തന്നെ വേണ്ടവണ്ണം വിശകലനം ചെയ്ത് എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് തീരുമാനിക്കാൻ മനഃശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പറ്റുന്നില്ല. ഋഷികൾ ഈ മനസ്സ് എന്ന ഒന്നില്ല എന്ന് അവർ കണ്ടെത്തി. ഇത് ഭ്രമമാണ് എന്നവർ മനസ്സിലാക്കി. അങ്ങനെയാണ് മനസ്സിൻ്റെ തലത്തിനെ അവർ അതിക്രമിച്ചത്. അപ്പോൾ എന്തായാലും 16 കലകളോട് കൂടിയതാണ് ഈ പ്രാണൻ അഥവാ മനസ്സ്. മതാഹ് കലാഹ് പഞ്ചദശ പ്രതിഷ്ഠാം ഇതി ശ്രുതേഹ. ഈ കാര്യം വേദങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു. 16 കലകൾ. കല എന്ന് പറഞ്ഞാൽ തന്നെ 16-ലൊരംശം എന്നാണ്. കല എന്നുള്ള വാക്കിന് നമ്മൾ അംശം, ചെറിയ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 16-ലൊന്ന് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, കല. അപ്പോൾ 15 കലകൾ ഈ ആത്മാവിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഷോഡശകല 16 കലകൾ, 16 എന്നും പറയുന്നുണ്ട്, 15, 16. അത് ചില തത്വങ്ങളെ ക്ലബ് ചെയ്യുമ്പോൾ ഈ 16 എന്നുള്ളത് 15 ആവും. ഒരു തത്വത്തിനകത്ത് മറ്റൊരു തത്വത്തെ കൂടെ ഉൾക്കൊള്ളിച്ച് പറയുമ്പോൾ തത്വങ്ങളുടെ എണ്ണം കുറയും. അതുകൊണ്ട് 15, 16 എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. ചില പുസ്തകങ്ങളിൽ 15 എന്നാണ്, വേദങ്ങളിൽ 15 എന്നാണ് പറയുന്നത്. ചില വേദാന്ത കൃതികളിൽ 16 കലകൾ എന്നാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ. ഇനി നമുക്ക് 18ാമത്തെ പദ്യം വായിക്കാം. പൂർവഃ പർവണി ശീതാംശു ബിംബപാർശ്വേ സ്ഥിതം ബഭുഃ ചിന്തയം സ്ഥിരമുന്നഷ്ടദേഹശ്ചന്ദ്രപുരേ സ്ഥിതഃ. പടിഞ്ഞാറോട്ട് പോയവൻ മോക്ഷസ്ഥിതിയെ പ്രാപിച്ചു. കിഴക്കോട്ട് പോയവനോ? കിഴക്കോട്ട് പോയ വിപശ്ചിത്ത് പർവണി. പർവണി എന്ന് പറഞ്ഞാൽ പർവം എന്നുള്ളതിന് പൗർണമി എന്നാണ് അർത്ഥം, പൂർണ്ണചന്ദ്രൻ. ആ പൗർണമിയുടെ അന്ന് ശീതാംശു ബിംബപാർശ്വേ, ശീതാംശു ചന്ദ്രൻ, കുളിർമയുള്ള കിരണങ്ങളോട് കൂടിയവൻ ചന്ദ്രൻ, ചന്ദ്രബിംബത്തിൻ്റെ പാർശ്വത്തിൽ അദ്ദേഹം നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ വളരെ അടുത്ത് അദ്ദേഹം ചന്ദ്രലോകത്തെത്തി എന്നർത്ഥം. ചന്ദ്രൻ്റെ ലോകത്തിലെത്തി. ചിന്തയം സ്ഥിരമുന്നഷ്ടദേഹ ചന്ദ്രപുരേ സ്ഥിത. വിപശ്ചിത്ത് എന്നുള്ള ആ ഭാവത്തെ വിട്ടിട്ട് ചന്ദ്രപുരത്തിൽ അദ്ദേഹം താമസം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ അദ്ദേഹം താമസിക്കാൻ തുടങ്ങി. ഈ 18ാമത്തെ ശ്ലോകത്തിന് ഒരു 2 പേജ് വ്യാഖ്യാതാവ് എഴുതിയിട്ടുണ്ട്. ഇത്രമാത്രം ഇതിൽ എന്താ പറയാനുള്ളത്? ഇതിൽ വിശദീകരിക്കാൻ അങ്ങനെ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. മിക്കവാറും ഇന്നും നാളെയും കൊണ്ട് ആ വ്യാഖ്യാനം തീർക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർവദിക് പ്രവൃത്ത വിപശ്ചിത്ത്, കിഴക്കോട്ട് യാത്ര ചെയ്ത ആ വിപശ്ചിത്ത് പർവണി രാഗായാം. രാഗ എന്ന് പറഞ്ഞാൽ പൗർണമി എന്നർത്ഥം. രാഗാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൗർണമിയിലെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ എന്നർത്ഥം. രാഗാ ശശിവദനെ എന്ന് ചില കീർത്തനങ്ങളിലൊക്കെ ദേവിയെ സ്തുതിക്കാറുണ്ട്. രാഗാ ശശി എന്ന് പറഞ്ഞാൽ പൗർണമിയിലെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ, അതുപോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയ അല്ലയോ ദേവി. അപ്പോൾ രാഗയിൽ എന്ന് പറഞ്ഞാൽ പൗർണമിയിൽ, അതിനെ തന്നെ പർവം എന്നും പറയാറുണ്ട്. ആ പൗർണമിയിൽ ശീതാംശോഹോ പൂർണ്ണചന്ദ്രസ്യ ബിംബപാർശ്വേ, ചന്ദ്രൻ്റെ ആ ബിംബത്തിൻ്റെ വശത്ത് ചന്ദ്രസന്നിധാവിധി യാവത്, ചന്ദ്രൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ചന്ദ്രലോകത്തിൽ അദ്ദേഹം എത്തി. സ്ഥിതം സ്വം വപുഹു ചിരം ഐന്ദവവത് ആതദ്ഭാവോദയം ചിന്തയൻ ഉന്നഷ്ടദേഹോ ഭൂത്വാ ചന്ദ്രപുരേ സ്ഥിത. എങ്ങനെയാണ് ഈ വിപശ്ചിത്ത് ചന്ദ്രലോകത്തെത്തിയത് എന്ന് ചോദിച്ചാൽ നിരന്തരം ചന്ദ്രലോകത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. മനസ്സ്
ചന്ദ്രലോകത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. ഈ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ ജീവന്മാരെത്തുന്നു എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ലോകങ്ങളൊന്നുമില്ല, ഒക്കെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്ത് പോകണം, സ്വർഗത്തിലുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്ന് സ്വർഗത്തെക്കുറിച്ച് ഉള്ളിലൊരു ആശയം രൂപീകരിക്കുന്നു. മരണവേളയിൽ ആ ആഗ്രഹം അതിശക്തമായി തീരും. ഏതിലാണോ നമുക്ക് കടുത്ത സംഘമുള്ളത്, മനസ്സ് എന്തിനെയാണോ അതിയായി കൊതിക്കുന്നത്, ആ ആഗ്രഹം മരണവേളയിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെടുമ്പോൾ ആ ആഗ്രഹം അതിശക്തമായി ഉള്ളിൽ പൊന്തി വരും. അതായത് മനസ്സ് പൂർണ്ണമായി ഏകാഗ്രപ്പെടുമെന്നർത്ഥം. അപ്പോൾ ആ മനസ്സ് തന്നെ ഇയാൾ ഏത് ലോകത്താണോ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത് ആ ലോകത്തിൻ്റെ ഒരു കാഴ്ചയുണ്ടാക്കും. ഇയാൾ ആ ലോകത്തിലെത്തിയതുപോലെ ഇയാൾക്ക് അനുഭവവും ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. പിതൃലോകമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ബ്രഹ്മലോകമുണ്ടോ, വൈകുണ്ഠമുണ്ടോ, കൈലാസമുണ്ടോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഭൂലോകമുണ്ടോ? അതിനൊരു തീരുമാനമാട്ടെ. ഈ ലോകം ഇത് സത്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട ലോകങ്ങളെല്ലാം സത്യമാണ്, ഇവയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ലോകം തന്നെ ഭ്രമമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു ലോകവുമില്ല, ഒക്കെ മനസ്സിൻ്റെ വെറും വികല്പം, മനസ്സിൻ്റെ ഭ്രമം. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അപ്പം നമ്മുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും നമ്മുടെ അനുഭവം. ആസ് വൺ തിങ്സ് സോ വൺ ബിക്കംസ്. ഒരാൾ എന്തിനെ ചിന്തിക്കുന്നു, എന്തിനെ ഭാവന ചെയ്യുന്നു, അതിനെ അയാൾ അനുഭവിക്കും. അത് ലോകമായാലും ശരി, മറ്റേതെങ്കിലും അനുഭവങ്ങളായാലും ശരി, സുഖം ദുഃഖം ഇതെല്ലാം മനസ്സ് രചിക്കുന്ന ഭ്രമങ്ങളാണ്. ഈ മനസ്സിൻ്റെ തലത്തെ അതിവർത്തിച്ചാൽ സത്യം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. മനസ്സിൻ്റെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് സത്യത്തെ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം അത് മനസ്സിന് അപ്പുറമുള്ള തലമാണ്. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പങ്ങളെ പൂർണ്ണമായി നിരോധിച്ചാൽ മാത്രമേ പരമസത്യം എന്താണ്, ആത്മതത്വം എന്താണ് എന്നുള്ള കാര്യം പിടികിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? പൂർണ്ണചന്ദ്രസ്യ ബിംബപാർശ്വേ ചന്ദ്രസന്നിധാവിധി. ചന്ദ്രൻ്റെ സന്നിധിയിൽ, ചന്ദ്രലോകത്ത്, ചന്ദ്രബിംബത്തിൻ്റെ വളരെ അടുത്ത് അദ്ദേഹം സ്ഥിതി ചെയ്തു. സ്ഥിതം സ്വം വപുഹു ചിരം ഐന്ദവവത്. ആ ചന്ദ്രബിംബത്തിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ ചന്ദ്രലോകത്തിൽ തന്നെ താൻ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. ഐന്ദവോപാഖ്യാനം എന്ന് പറഞ്ഞ് നമ്മളൊരു കഥ വായിച്ചിട്ടുണ്ട്. ഇന്ദു എന്ന മഹർഷിയുടെ പുത്രന്മാർ, അവർ ചന്ദ്രനെ തപസ് ചെയ്ത് ചന്ദ്രനായി മാറി. എത്രയോ പേരുണ്ടായിരുന്നു, 9 or 10 പേരെങ്ങാണ്ടോ ഉണ്ടായിരുന്നു. 10 പേരും ചന്ദ്രനായി മാറി. അതെങ്ങനെ? ഒരു ചന്ദ്രനല്ലേ ഉള്ളൂ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ സങ്കല്പത്തിന് ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചന്ദ്രനോ സൂര്യനോ ആയി മാറാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ ഞാനായി നിൽക്കുന്നത് സങ്കല്പത്തിലൂടെയല്ലേ. ഞാൻ ഒരു മനുഷ്യനാണ്, ഇന്നാരാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, എൻ്റെ പേരിന്നതാണ്, ഇത്രാം തീയതി ജനിച്ചു, ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഞാൻ കേമനാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ മനസ്സ് രചിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് വാസ്തവത്തിൽ നമ്മൾ. ഒന്നും ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾ ബ്രഹ്മം. പക്ഷേ ഒന്നും ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി നിരോധിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് അത് അജ്ഞാനത്തിൽപ്പെട്ട എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടുന്നു. അതൊക്കെയാണ് താൻ എന്ന് വിചാരിച്ച് ജീവന്മാർ ഭ്രമിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ഒരു ഞാനുമില്ല, ഇവിടെ നല്ലവനുമില്ല, ദുഷ്ടനുമില്ല. സഹപാഠിയെ 5 പേര് ചേർന്ന് തല്ലിക്കൊന്നു. അതാണ് ഇന്ന് രാവിലത്തെ വാർത്ത. 5 കുട്ടികൾ, 10ാം ക്ലാസ്സിലെ കുട്ടികൾ. കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഞാൻ പറയുന്നത് ഈ 17 അല്ലെങ്കിൽ 18 വയസ്സാകുന്നതിന് മുമ്പ്, 18 വയസ്സായാലേ ശിക്ഷിക്കാൻ പറ്റൂ, കോടതിയിൽ കയറ്റാൻ പറ്റൂ. അതിനു മുമ്പ് ഈ ജുവനൈൽ ബോർഡെന്നോ അങ്ങനെ എന്തോ ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അവിടെയാണ് ഈ
കുറ്റവാളികളായ വിദ്യാർത്ഥികളെ ഹാജരാക്കുന്നത്. ഞാൻ പറയുന്നത് 15 വയസ്സ് പോരെ ഒരാൾക്ക് വകതിരി ഉണ്ടാവാൻ 15 വയസ്സ് പോരെ. ഒരുത്തനെ തല്ലിക്കൊല്ലാനുള്ള അത്രയും മനക്കരുത്തുണ്ടെങ്കിൽ അവന് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? എന്തുകൊണ്ട് അവന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൂടാ? അല്ല, അത് അയാളുടെ ഭാവി നശിപ്പിക്കുന്നതായിരിക്കും. ഇവനൊക്കെ വളർന്നു വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവനൊക്കെ ഒരു നല്ല പൗരനായി ഭാവിയിൽ മാറും എന്ന് കരുതാൻ ഒരു നിർവാഹവുമില്ല. ക്രിമിനൽ മൈൻഡാണ്. ക്രൂരത കണ്ട് രസിക്കുക, ഒരു ജീവി പിടയുന്നത് കണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളാണ് ഇവന്മാരൊക്കെ. നമ്മളിവിടെ കിടന്ന് വിളിച്ചു പോയതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? യാതൊരു പ്രയോജനവുമില്ല. ചിലതൊക്കെ നമ്മൾ ഈ പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നു. ഇതൊന്നും പറയരുത് എന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നള്ളാറുള്ളത്. പക്ഷേ ചിലതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടികൾക്ക് എന്ത് പറ്റി? നമ്മുടെ യുവതലമുറയ്ക്ക് എന്ത് പറ്റി? ഒക്കെ കഞ്ചാവും മയക്കുമരുന്നും ഇൻ്റർനെറ്റും സിനിമകളും വയലൻസ്. എവിടെയും അക്രമമാണ്, ചോര തെറിച്ച് വീഴുന്നു. അത് കണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് രസിക്കാൻ പറ്റുന്നത്? ഒരാളുടെ കഴുത്തറക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു. തീവ്രവാദികൾ ഒരാളെ കൊല ചെയ്യുന്നത്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് കഴുത്തിങ്ങനെ അറുത്ത് കൊല്ലുന്നു, ചോര തെറിക്കുന്നു, ആ ശരീരം കിടന്ന് പിടയുന്നു. ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു? ഇതൊക്കെ കാണാനുള്ള ഒരു മനോഭാവം എങ്ങനെ ഉണ്ടാകുന്നു? ഇതാണ് പറയുന്നത് ദുർവാസന. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ തീവ്രവാദിയോ അല്ലെങ്കിൽ കൊലപാതകയോ ഒക്കെ ആയ ആൾക്കാരാണ് വേറൊരു രൂപത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. ഈ വാസനകളാണ് മനുഷ്യൻ്റെ ഓരോ ചലനത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദുർവാസനകളെ അല്പാൽപമായി അകറ്റി സദ്വാസനകളെ ജീവിതത്തിൽ പിന്തുടരുക. അതേ ഉള്ളൂ മാർഗം. അല്ലാതെ നന്നാവത്തില്ല. ഇന്നൊരു മനോരോഗ വിദഗ്ധനുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു, റിപ്പോർട്ടർ എന്നുള്ള ചാനലിൽ, ഡോക്ടർ ജയപ്രകാശ്. അദ്ദേഹം പറയുന്നത് കുട്ടികൾ ഇങ്ങനെ ക്രൂര പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കാരണം പ്രോപ്പറായിട്ടുള്ള പേരൻറ്റിങ്ങും അധ്യാപകന്മാരുടെ പിന്തുണയും ഇല്ല എന്നാണ്. പണ്ടൊക്കെ കുട്ടികളെ സ്വന്തം കുട്ടികളെപ്പോലെയാണ് കരുതിയിരുന്നത് അധ്യാപകന്മാർ. തല്ലും, ശകാരിക്കും, വഴക്ക് പറയും, ഇമ്പോസിഷൻ എഴുതിക്കും. പക്ഷേ കുട്ടികളോട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പണ്ടത്തെ അധ്യാപകന്മാർ. ഇപ്പോൾ അത്രയും ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകന്മാരുമായി നമ്മൾ അടുത്തിടപഴകുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന് അറിയാൻ പറ്റൂ. അതുപോലെ മാതാപിതാക്കളുടെ പരിചരണം. അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോകുന്നു. നല്ല സ്കൂളിൽ അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളിലോ എവിടെയൊക്കെ നല്ല ആഹാരം, വസ്ത്രം എല്ലാം കൊടുക്കുന്നു. ഈ കുട്ടികളുടെ കാര്യത്തിലോ പഠിത്തത്തിലോ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞാൽ അല്പം കൂടിപ്പോകും. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നല്ലപോലെ വളർത്തണം. ഞാൻ പറഞ്ഞാൽ അല്പം കൂടിപ്പോകും, അല്പം എന്താ പറയുന്നത്, ക്രൂരമായിരിക്കും എൻ്റെ വാക്കുകൾ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. കുട്ടികളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകന്മാർക്കുണ്ട്, അതുപോലെ സമൂഹത്തിനുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ സമൂഹവും ഒരർത്ഥത്തിൽ കുറ്റവാളിയാണ് ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന്. മാതാപിതാക്കൾ, അധ്യാപകന്മാർ എല്ലാം. അതോടൊപ്പം ആ കുട്ടികളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള കുറ്റവാസനയും. എന്തു ചെയ്യാൻ പറ്റും? കഴിക്കുന്ന ഭക്ഷണം അതൊരു പ്രധാനപ്പെട്ട അംശമാണ്. അതൊന്നും പറഞ്ഞ ആധുനിക സമൂഹം അംഗീകരിക്കുകയില്ല. ഇറച്ചിയും ഇതും മദ്യം, മാംസം ഇതൊക്കെ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ താളം തെറ്റും. കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരംശമാണ് മനസ്സായി മാറുന്നത്. ശരീരം വണ്ണിക്കുന്നതും ശരീരത്തിൽ മാംസം കൂടുതലുണ്ടാകുന്നതുമല്ല,
നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മമായ ഒരംശമാണ് നമ്മുടെ മനസ്സായി മാറുന്നത്, നമ്മുടെ സ്വഭാവമായി മാറുന്നത്. അതുകൊണ്ട് ആ ആഹാര ശീലം മാറ്റിയാൽ, ഭക്ഷണശീലം മാറ്റിയാൽ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതെ, കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരംശമാണ് മനസ്സായി മാറുന്നത്. സാത്വികമായ ആഹാരം കഴിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ക്രൂരവാസനകൾ ഉണ്ടാവത്തില്ല, അയാൾക്ക് ക്രൂരത പ്രവർത്തിക്കാൻ പറ്റില്ല. അതുതന്നെ ക്രൂരമായ വിനോദങ്ങൾ, അതുപോലെ സ്പോർട്സ് എന്നുള്ള പേരിൽ അടി ഇടി, പണ്ടൊക്കെ കളരിപ്പയറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയുധങ്ങൾ കൊണ്ടുള്ളതാണ്. ഇത് കൈ കൊണ്ട് ഒരുത്തന്നെ ഇടിക്കുക, അവൻ്റെ മൂക്ക് അടിച്ച് പരത്തുക, ക്രൂര വിനോദങ്ങൾ, കായിക വിനോദങ്ങൾ പോലെ, അതിൽ പോലും ക്രൂരത പാടില്ല. സാത്വികമായ കളികൾ, സാത്വികമായ ആഹാരം, സാത്വികമായ ചിന്തകൾ, സാത്വികമായ ചുറ്റുപാട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ നല്ല പൗരന്മാരായി മാറുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കാം. സ്ഥിതം സ്വം വപുഹു ചിരം ഐന്ദവവത്. ഐന്ദവന്മാർ, ഇന്ദു എന്ന മഹർഷിയുടെ പുത്രന്മാർ നിരന്തരം തപസ് ചെയ്താണ് ഏതോ ഒരു രൂപം, അത് ചന്ദ്രനായിട്ട് മാറിയതാണോ അല്ലെങ്കിൽ സൂര്യനായിട്ട് മാറിയതാണോ, എന്തോ 10 സൂര്യന്മാരോ 10 ചന്ദ്രന്മാരോ എന്തോ ആയിട്ടാണ് മാറിയത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ കുട്ടികളുടെ പേര് ഐന്ദവന്മാർ എന്നായിരുന്നു, ഇന്ദുവിൻ്റെ പുത്രന്മാർ. അവരെ പോലെ ആദദ്ഭാവോദയം ചിന്തയന്, മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ, അതിനെ തന്നെ ചിന്തിച്ച് താതാത്മ്യപ്പെടുമ്പോൾ അത് ആ ചിന്തിക്കപ്പെട്ട വിഷയം അനുഭവപ്പെടും. അതുപോലെ ഈ കിഴക്ക് ദിക്കിലേക്ക് പോയ ആ വിപശ്ചിത്ത് ചന്ദ്രലോകത്തെ തന്നെ ചിന്തിച്ച് അവസാനം ചന്ദ്രലോകത്തിൽ അദ്ദേഹം എത്തുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, താൻ ചന്ദ്രലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ വിപശ്ചിത്ത് എന്നുള്ള ആ ശരീരം നഷ്ടമായിട്ട് മറ്റൊരു ശരീരത്തോടു കൂടി ചന്ദ്രമണ്ഡലത്തിലെത്തി. നന്വിധം അയുക്തം. ഇപ്പോൾ വ്യാഖ്യാതാവ് പറയുന്നത് ഇതെങ്ങനെ യോജിക്കും, ഇതെങ്ങനെ പൊരുത്തപ്പെടുത്താൻ പറ്റും, എന്താണ് ഇവിടെ പൊരുത്തക്കേടെന്ന് ചോദിച്ചാൽ, ഒരേ വിപശ്ചിത്താണ് 4 ഭാവങ്ങളായി മാറിയത്, 4 ശരീരങ്ങളിൽ 4 വിപശ്ചിത്തുകളായി മാറിയത്. വിപശ്ചിത്ത് എന്നുള്ള ഒരു ചക്രവർത്തി മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അഗ്നിദേവനെ പ്രസാദിപ്പിച്ച് 4 ഹോമകുണ്ടങ്ങളിൽ നിന്ന് 4 ശരീരങ്ങളോടുകൂടി പ്രകടമായി. ഒരേ ജീവൻ 4 ശരീരത്തിൽ. ഇപ്പോൾ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആൾ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ നിന്നും ആത്മവിദ്യ നേടി അദ്ദേഹം മോക്ഷത്തിലെത്തി. അപ്പോൾ ആ ഒരു ജീവൻ മോക്ഷത്തിലെത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണല്ലോ ആ ജീവൻ്റെ തന്നെ മറ്റ് 3 അംശങ്ങളുണ്ടല്ലോ, മറ്റ് 3 വിപശ്ചിത്തുകൾ, അവരും എന്തുകൊണ്ട് മുക്തരായില്ല? അപ്പോൾ ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് സാധാരണക്കാർക്ക് തോന്നും, ന്യായമായി ചിന്തിക്കുന്നവർക്ക് ഒരു പൊരുത്തക്കേട് തോന്നും. ജീവൻ ഒന്നാണല്ലോ, ജീവഭാവം. ആ ജീവഭാവത്തിൻ്റെ ഒരംശം മോക്ഷം നേടിക്കഴിഞ്ഞാൽ മറ്റ് 3 അംശങ്ങളും എങ്ങനെ മോക്ഷം നേടാതെ ഇരിക്കും? അപ്പോൾ ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് സ്വയം ഒരു ആക്ഷേപം ഉന്നയിച്ച് അതിന് മറുപടി പറയുകയാണ് വ്യാഖ്യാതാവ്. വസിഷ്ഠ മഹർഷി ഇതൊന്നും പറയുന്നില്ല. ഈ യോഗവാസിഷ്ഠത്തിന് വ്യാഖ്യാനം രചിച്ച അദ്ദേഹത്തിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നല്ലോ, ശ്രീമദ് ആനന്ദബോധേന്ദ്ര സരസ്വതി, അദ്ദേഹമാണ് യോഗവാസിഷ്ഠത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനമാണ്, വളരെ വിശദമായതല്ല, എന്നാലും അത്യാവശ്യം വേണ്ട ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ ആക്ഷേപം ഉന്നയിച്ച് അതിന് സമാധാനം നൽകുന്നത്. ചതുർഷ്വപി ശരീരേഷു ഏകോ ഹി വിപശ്ചിത് ജീവഃ യോഗികായ വ്യൂഹേഷ്വിവ വിഭക്തം സ്ഥിതഃ. 4 ശരീരങ്ങളിൽ ഒരൊറ്റ വിപശ്ചിത്ത്, ഒരു ജീവൻ
4 ശരീരങ്ങളിൽ വ്യാപിച്ചു നിന്നു. അങ്ങനെയാണ് 4 വിഭജിത്തുകൾ ഉണ്ടായത്. അവർ ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് യാത്രയായി. അവർക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ഉണ്ടായി. തസ്യ പശ്ചിമ ശരീരെ വിഷ്ണുപ്രസാദാത് ജ്ഞാനേന നിർവാണപ്രാപ്തൗ കോന്യഃ പുനഃ പൂർവവിഭശ്ചിത് ശരീരേ ചന്ദ്രോപാസനയാ ചന്ദ്രലോകം യായാത്. പശ്ചിമദിക്കിലേക്ക് പോയ ആ വിഭശ്ചിത്ത് വിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട്, വിഷ്ണുവിൻ്റെ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാരുണ്യം കാരണമായി ജ്ഞാനം നേടി നിർവാണം അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിച്ചു. അങ്ങനെ ആകുമ്പോൾ മറ്റൊരു വിഭശ്ചിത്ത് എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്കിലേക്ക് പോയ വിഭശ്ചിത്ത് അദ്ദേഹം ചന്ദ്രലോകത്തെ തന്നെ ഇങ്ങനെ ഭാവന ചെയ്ത് മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെ ചന്ദ്രനിൽ എത്തിച്ചേർന്നതായി വസിഷ്ഠ മഹർഷി പറയുന്നു. അപ്പോൾ ഒരാൾ ജീവൻ്റെ ഒരംശം മോക്ഷത്തിലേക്ക് പോവുകയും മറ്റൊരംശം ചന്ദ്രലോകത്തിൽ ചെല്ലുന്നതായും പറയപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടുത്തും? ഇതെങ്ങനെ യോജിക്കും? ജീവൻ ഒന്നാണല്ലോ, ഞാനെന്നുള്ള ഭാവം ഒന്നാണ്. പല ശരീരങ്ങളിൽ ആ ഞാനിന് പ്രകടമാകാൻ പറ്റും. പക്ഷേ എന്നാലും ആ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് ഒന്നാണ്. ആ ജീവാത്മാവ് ബദ്ധനാണെങ്കിൽ അതിൻ്റെ അംശങ്ങളായിട്ടുള്ള എല്ലാവരും ബദ്ധന്മാരായിരിക്കണം. ഒരംശം മോക്ഷസ്ഥിതിയെ പ്രാപിച്ചാൽ എല്ലാവരും മുക്തരാകണം. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇവിടെ വസിഷ്ഠ മഹർഷി പറയുന്നത്. ഒരു വിഭശ്ചിത്ത് മോക്ഷനിലയെ പ്രാപിച്ചു, മറ്റൊരു വിഭശ്ചിത്ത് ചന്ദ്രലോകത്തിലെത്തി. അപ്പോൾ അയാൾ മുക്തനായിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? കോന്യ പുനഃ പൂർവവിഭശ്ചിത്, കിഴക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്ത ആ വിഭശ്ചിത്ത് ശരീരേ ചന്ദ്രോപാസനയ, ചന്ദ്രനെ നിരന്തരം ഉപാസിച്ചതുകൊണ്ട്, ഉറപ്പിച്ചതുകൊണ്ട്, ചന്ദ്രദേവനെ, എനിക്ക് ചന്ദ്രദേവനെ കാണണം, ചന്ദ്രലോകത്തെത്തണം എന്ന് ഗാഠമായി സങ്കല്പിച്ച് ചന്ദ്രലോകം, അയാൾ ചന്ദ്രലോകത്തിൽ എങ്ങനെ എത്തും? ഒരംശം മോക്ഷത്തിലേക്ക് പോയല്ലോ. ഇങ്ങനെ ഒരു സംശയം പലർക്കും തോന്നാം. ന ഹ്യേകസ്യൈവ ജീവസ്യ ക്വചിൻ മുക്തി ക്വചിത് ബന്ധശ്ച യുഗപത് സമഞ്ജസൗ. ഒരൊറ്റ ജീവന് ഒരേ സമയത്ത് മോക്ഷവും ബന്ധവും സാധ്യമല്ല. ഒന്നുകിൽ ബദ്ധനായിരിക്കും, അല്ലെങ്കിൽ മുക്തനായിരിക്കും. ഇപ്പോൾ വിഭശ്ചിത്തുകളിൽ ഒരാൾ മുക്തനായി, മറ്റൊരു വിഭശ്ചിത്ത് ചന്ദ്രലോകത്തിലെത്തി. ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ യോജിക്കും? ഇത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ. മുക്തിഫലസ്യ പാക്ഷികത്വ പരിച്ഛിന്നത്വയോരാപത്തേഹ. മോക്ഷം എന്നുള്ള ഫലം അത് പല സമയമായിട്ട്, പല ഘട്ടം ഘട്ടമായിട്ട് സംഭവിക്കുന്നതല്ല. അതുപോലെ ഈ മോക്ഷത്തിന് അംശങ്ങളുമില്ല. ഒരു ജീവൻ്റെ അല്ലെങ്കിൽ ഒരേ ജീവൻ്റെ ഒരംശം മോക്ഷസ്ഥിതിയെ പ്രാപിക്കുന്നു, മറ്റൊരംശം ബന്ധത്തിൽ തുടരുന്നു. അതെങ്ങനെ സാധ്യമാകും? ജീവൻ ഒന്നാണല്ലോ. ഒന്നുകിൽ ബദ്ധനായിരിക്കണം, അല്ലെങ്കിൽ മുക്തനായിരിക്കണം. ഈ വിഭശ്ചിത്തുകളിൽ ഒരാൾ മുക്തനായി അദ്ദേഹത്തിൻ്റെ തന്നെ അംശമായ മറ്റൊരാൾ ചന്ദ്രലോകത്തിലെത്തി ചന്ദ്രലോകത്തിൽ കഴിയുന്നു. ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ, നചൈകസ്യ ദേഹചതുഷ്ടയധാരണേന ജീവചതുഷ്ടയഭാവോ ജീവാന്തരോത്പത്തിർവാ യുക്ത. ഒരേ ജീവൻ 4 ശരീരങ്ങളിൽ പ്രകടമായി എന്നുള്ളത് കൊണ്ട് 4 ജീവന്മാരുണ്ടായി എന്ന് കരുതാൻ നിർവാഹമില്ല. ഒരു യോഗി ഒരേ സമയത്ത് പല ശരീരങ്ങളിലും പ്രകടമാകാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അങ്ങനെ പ്രകടമാകുമ്പോഴും ആ യോഗി ഒരാൾ തന്നെയാണ്, പല യോഗിമാരവിടെ ഇല്ല. അതുപോലെ തന്നെയാണല്ലോ ഇവിടെയും വിഭശ്ചിത്തിനും സംഭവിച്ചത്. അപ്പോൾ അതിൽ അംശമായി ഈ മോക്ഷം എന്നുള്ളത് സാധ്യമല്ല. ജീവൻ്റെ ഒരംശം മോക്ഷസ്ഥിതിയിലേക്ക് പോകുന്നു, മറ്റൊരംശം ബന്ധനത്തിൽ തന്നെ തുടരുന്നു. അത് സാധ്യമല്ല. നചൈകസ്യ ദേഹചതുഷ്ടയധാരണേന ജീവചതുഷ്ടയ ഭാവോ ജീവാന്തരോത്പത്തിർവാ യുക്ത. ഒരു ജീവൻ മറ്റൊരു ജീവനായി മാറുക എന്നുള്ളതും സാധ്യമല്ല. ഒരു ജീവൻ വിഭജിക്കുക, ഒന്നിൽ കൂടുതലായി ഇങ്ങനെ വിഭജിക്കുക എന്നുള്ളതും സാധ്യമല്ല. ജീവൻ ഒന്നാണ്, എന്നും ഒന്നായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ അത് ഒന്നാണ്, അത് സ്പ്ലിറ്റായി പോവില്ല. ഓരോ ശരീരത്തിലും ഓരോ ജീവനാണ്
കുടികൊള്ളുന്നത്. അപ്പോൾ ഒരാൾ മോക്ഷസ്ഥിതിയിലും മറ്റൊരാൾ ബന്ധനത്തിലും തുടരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യുക്തിരാഹിത്യമുണ്ട്. ആദ്യേ ചതുർധാ വിഭാഗേ പൂർവജീവസ്യ നാശാപത്തേഹേ, ഒരേ ജീവൻ തന്നെ 4ആയി വിഭജിച്ചു എന്ന് കരുതിയാൽ ഒന്നായിരുന്ന ജീവൻ നശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവഭാവം എന്നുള്ളത് ഏകമാണ്, അത് 4ആയി സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വിഭജിത്താണല്ലോ 4ആയി മാറിയത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ വിഭജിത്ത് എന്ന ജീവഭാവം നശിച്ചു എന്നാണ് കരുതേണ്ടത്. ദ്വിതീയേപ്യഭിനവോത്പന്നാനാം കാമകർമ്മ വാസനാദി ബീജാഭാവേന സംസാരാനാപത്തേഹേ. ഇനി ഒന്ന് വിഭജിക്കാൻ പറ്റില്ല. ഇനി 4 ജീവന്മാരായി, 4 വ്യത്യസ്ത ജീവന്മാരായി ഇവർ ഒരു ജീവൻ മാറുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ജീവൻ്റെയും കാമം, കർമ്മം, വാസന ഇവ വിഭിന്നങ്ങളാണ്. ഒന്നായിരുന്ന ജീവൻ 4 ജീവന്മാരായി വിഭജിക്കപ്പെടുമ്പോൾ 4 പേർക്കും എങ്ങനെയാണ് വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും വാസനകളും എല്ലാം ഉണ്ടാവുക? അതൊക്കെ ഒരു ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഈ 4 വിഭജിത്തുകൾക്കും വ്യത്യസ്തങ്ങളായ അനുഭവമാണ് ഉണ്ടായത്. ഒരാൾ മോക്ഷം നേടി, മറ്റൊരാൾ ചന്ദ്രലോകത്തെത്തി. അപ്പോൾ അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. പൊരുത്തക്കേടില്ല എന്ന് ഇനി സ്ഥാപിക്കും. പ്രഥമ ദൃഷ്ടിയാ ഇവിടെ ഒരു യുക്തിരാഹിത്യം മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരാളുടെ സംസാരം നശിച്ചു, മറ്റേയാൾ സംസാരത്തിൽ തുടരുന്നു. കാരണം ഒരേ ജീവനാണ്. ആ ജീവൻ്റെ കാമവും കർമ്മവും വാസനയും ഒക്കെ ബീജരൂപത്തിൽ ആ ജീവൻ്റെ ഉള്ളിലാണ്. ആ ജീവൻ 4ആയിട്ട് വിഭജിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം എങ്ങനെയാണ് മോക്ഷസ്ഥിതിയിൽ പോവുക, മറ്റൊരു ഭാഗം ചന്ദ്രലോകത്തിലും എത്തുക? നച ഭോഗവൈചിത്ര്യമേവ ബന്ധമോക്ഷവൈചിത്ര്യം, നച ഭോഗവൈചിത്ര്യമിവ ബന്ധമോക്ഷവൈചിത്ര്യം കർമ്മഭിർമായയാ വാ അവിരോധേന നിർവോഢും ശക്യം. ഭോഗങ്ങളിലാണ് വൈചിത്ര്യമുള്ളത്, ഭേദമുള്ളത്. ഓരോ ജീവനും വ്യത്യസ്തങ്ങളായ വാസനകളോടുകൂടിയാണ് ഈ ലോകത്ത് വരുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളിൽ വൈജാത്യം അല്ലെങ്കിൽ വ്യത്യസ്തത ഉണ്ടാവും. ഈ ഭോഗവൈചിത്ര്യം പോലെ ബന്ധമോക്ഷങ്ങളിൽ വൈചിത്ര്യം സാധ്യമല്ല. ബന്ധമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ബദ്ധനായിരിക്കും, അല്ലെങ്കിൽ മുക്തനായിരിക്കും. ബന്ധമോക്ഷങ്ങളിൽ പല തരം ഉണ്ടാവാൻ പറ്റില്ല. ഒന്നുകിൽ ബന്ധം, അല്ലെങ്കിൽ മോക്ഷം. പക്ഷേ ഭോഗങ്ങൾ അങ്ങനെയല്ല. ഒരാളുടെ അനുഭവം പോലെയല്ല വേറൊരാളുടെ അനുഭവം. ആ ഭോഗങ്ങളിൽ വ്യത്യസ്തതകൾ, ഭേദങ്ങൾ ഉണ്ടാവാം. ബന്ധമോക്ഷങ്ങളിൽ ആ വൈചിത്ര്യം സാധ്യമല്ല. മായ കൊണ്ട് ആണ് ഭോഗങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭോഗങ്ങളിൽ വ്യത്യാസമുണ്ടാവും. ബന്ധവും മായ കൊണ്ടാണ് ഉണ്ടാവുന്നത്. മോക്ഷം നേടുന്നു എന്നുള്ളതും ഒരർത്ഥത്തിൽ ഭ്രമമാണ്. പക്ഷേ ഭോഗങ്ങളിലുള്ളതുപോലെയുള്ള വൈചിത്ര്യം, വ്യത്യാസം ബന്ധമോക്ഷങ്ങളിൽ സാധ്യമല്ല. മോക്ഷസ്യ അകർമ്മതന്ത്രത്വാത് വിശ്വമായാ നിവൃത്തി ശ്രുതി വിരോധാച്ചേതി ചേത്. മോക്ഷം കർമ്മത്തിനകത്ത് പെടുന്നതല്ല. കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല മോക്ഷം. കർമ്മത്തെ അതിക്രമിച്ച ആത്മതത്വത്തെ കണ്ടെത്തി അതിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതാണ് വാസ്തവത്തിൽ മോക്ഷം. അപ്പോൾ ആ മോക്ഷം കർമ്മം കൊണ്ട് നേടാവുന്ന ഒന്നല്ല. അത് അകർമ്മതന്ത്രമാണ്. കർമ്മതന്ത്രം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് നേടാൻ പറ്റുന്നത്. അകർമ്മതന്ത്രം എന്ന് പറഞ്ഞാൽ കർമ്മത്തിലൂടെ നേടാൻ പറ്റാത്തത്. അതാണ് വാസ്തവത്തിൽ മോക്ഷം. വിശ്വമായാ നിവൃത്തി ശ്രുതി വിരോധാച്ചേതി ചേത്. വിശ്വമായാ നിവൃത്തി, വിശ്വം എന്നുള്ള മായയിൽ നിന്ന് ഒരാൾ മുക്തനാകുന്നു. ആ വിശ്വമായാ നിവൃത്തി എന്നുള്ള ഒരു വാക്ക് പ്രത്യക്ഷപ്പെടുന്ന ശ്ലോകമുണ്ട് ഉപനിഷത്തിൽ.
വിശ്വമായ നിവൃത്തി, വിശ്വമായയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു എന്നവിടെ പറയുന്നുണ്ടെങ്കിലും അതിന് വിരോധമല്ല ഈ വിപശ്ചിത്തുകളുടെ കഥ. സത്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഉപനിഷത്തുകൾ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. അയമത്ര ആശയോ ഭഗവതോ വസിഷ്ഠസ്യ ലക്ഷ്യത്തെ. ഉപനിഷത്തുകൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന ഒരാളല്ല വസിഷ്ഠ മഹർഷി. അപ്പോൾ ആ ഉപനിഷത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ദോഷമൊന്നും വരാത്ത രീതിയിൽ അതുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് വസിഷ്ഠ മഹർഷി ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. ന ജീവോ നാമ ബ്രഹ്മാകാശാദതിരിക്ത. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഈ ജീവൻ? ഓരോ ശരീരത്തിലും ഞാൻ ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ട് കഴിയുന്ന ഒരു തത്വമുണ്ട്. അതാരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് കണ്ടെത്തണം. ഞാൻ ഒരാളാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെയാണ് ജീവഭാവം എന്ന് പറയുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാകാശത്തിൽ നിന്ന് വ്യതിരിക്തമല്ല, ബ്രഹ്മം തന്നെയാണ് ജീവനായി പ്രകടമാകുന്നത്. ബ്രഹ്മത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് ജീവൻ. പ്രതിബിംബം എപ്പോഴും കള്ളമായിരിക്കും, ബിംബം മാത്രമാണ് സത്യം. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് ജീവന്മാർ. ബ്രഹ്മഭിന്നമായ ഒരു ജീവൻ ഉണ്ടാവാൻ സാധ്യമല്ല. ബ്രഹ്മൈവ ഹ്യന്തഃകരണോപാധിഷു മായയാ വിഭക്തം തദ്ഗത കാമകർമ്മ വാസനാനുസാരേണ സംസരദിവ വിഭാവ്യമാനം ജീവ ഇത്യുച്യത്തെ. ആരാണ് അല്ലെങ്കിൽ എന്താണ് ജീവൻ? വാട്ട് ഈസ് എ ജീവ എന്ന് ചോദിച്ചാൽ ഒരു സൂത്രരൂപത്തിൽ, ഒരു നിർവചനത്തിൻ്റെ രൂപത്തിൽ ജീവൻ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്ന് പറയുന്നു. ബ്രഹ്മം തന്നെ, ഒരേ ബ്രഹ്മം, സർവവ്യാപകമായ ബ്രഹ്മം, പലവിധമായ അന്തഃകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപാധികളിൽ മായ കൊണ്ട് വേറെ വേറെയായി തോന്നുന്നു. ഓരോ ജലപാത്രത്തിലും പ്രതിബിംബിക്കുന്ന സൂര്യബിംബമോ ചന്ദ്രബിംബമോ പോലെ എത്ര ജലപാത്രങ്ങളുണ്ടോ ആ ഓരോ ജലപാത്രത്തിലും സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരേ ബ്രഹ്മം തന്നെ വ്യത്യസ്തങ്ങളായ അന്തഃകരണ ഉപാധികളിലൂടെ പല ജീവന്മാരായി തോന്നുന്നു, പ്രകടമാകുന്നു. തദ്ഗത കാമകർമ്മ വാസനാനുസാരേണ. ഒരേ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് എല്ലാ ജീവന്മാരുമെങ്കിൽ ജീവന്മാരുടെ സ്വഭാവങ്ങളിൽ വ്യത്യസ്തത കാണാൻ എന്താണ് കാരണം? എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. നല്ലവരും ഉണ്ട്, ദുഷ്ടന്മാരും ഉണ്ട്. ചിലർ ശാന്തശീലന്മാരാണ്, ചിലർ രണ്ടാം വാക്കിന് കയറി അടിക്കുന്നവരാണ്, ചിലർ ഭയങ്കര ദേഷ്യക്കാരാണ്. ഇപ്പോൾ ഒരേ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് എല്ലാ ജീവന്മാരും എന്ന് പറയുമ്പോഴും ജീവന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവ വ്യത്യാസം, അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ആ മനസ്സിലുള്ള കാമം, കർമ്മം, വാസന, എല്ലാവരുടെയും ഉള്ളിൽ പൊന്തുന്ന ആഗ്രഹങ്ങൾ ഒരുപോലെയല്ല, ഒരേ വാസനയല്ല എല്ലാ ജീവന്മാർക്കും ഉള്ളത്. എല്ലാവരുടെയും കർമ്മങ്ങളും ഒരേപോലെയല്ല. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർക്ക് ഓരോ കർമ്മം ചെയ്യുന്നതിലാണ് താല്പര്യം. എന്തുകൊണ്ട് ആ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവരുടെ വാസനയിലുള്ള വ്യത്യാസമാണ്. ഇൻക്ലിനേഷൻ, നാച്ചുറൽ ടെൻഡൻസി. ഓരോരുത്തർക്കും ഓരോ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. അതിനനുസരിച്ച് അതാത് ജീവൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെ കാമം, കർമ്മം, വാസന ഇവയിലുള്ള വ്യത്യാസമാണ് ജീവന്മാരുടെ സ്വഭാവങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യാസം. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങളോടുകൂടി, വാസനാവിശേഷങ്ങളോടുകൂടി സംസരദിവ, ജനിച്ച് മരിക്കുന്നത് പോലെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ താൻ ജനിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് ആര് കരുതുന്നുവോ അവനെയാണ് ജീവൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ടല്ലോ, ഞാൻ ജനിച്ചു,
ഇന്ന അച്ഛനും ഇന്ന അമ്മയ്ക്കും ഞാൻ മകനായി ജനിച്ചു, അല്ലെങ്കിൽ മകളായി ജനിച്ചു, ഇത്രാം തീയതി ജനിച്ചു, ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇത്ര മണിക്ക് ജനിച്ചു. ഇതൊക്കെ വെറും സങ്കല്പമല്ലാതെ വേറെ എന്താണ്? ജനനം എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുണ്ടോ? ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതിരുന്നിട്ട് നിലവിൽ വരിക. അതാണല്ലോ ജനിക്കുക എന്ന് പറയുന്നത്. ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുക. നമ്മൾ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായവരാണ് എന്ന് നമുക്ക് അനുഭവമുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. എൻ്റെ അല്ല, വേദാന്തത്തിൻ്റെ ചോദ്യം. ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ ഒരാളായി നാം കരുതുന്നുണ്ടോ? നമ്മൾ ഇല്ലാതിരുന്നവരാണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഉണ്ടാവണം. ഞാൻ നേരത്തെ ഇല്ലാതിരുന്നു, ഇപ്പോൾ ജനിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നു. അപ്പം നേരത്തെ ഇല്ലാതിരുന്നു എന്ന് അറിയാതെ നേരത്തെ ഇല്ലാതിരുന്ന ഞാനാണ് ഇപ്പോൾ ജനിച്ചത് എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ നേരത്തെ ഇല്ലായ്മ ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലായിരുന്നു എന്നറിയാൻ ഞാൻ ഉണ്ടാവണം അവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ലേ? അപ്പോൾ ഈ ജനിക്കുന്നത് എന്നുള്ളത് വെറും ഒരു കളി, ഒരു തമാശ. ഒരു ശരീരവും എടുത്ത് നമ്മൾ വരുന്നു, ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, വേറെ ഏതോ ഒരു രൂപത്തിൽ, വേറെ ഏതോ ഒരു ഭാവത്തിൽ, ഏതോ ഒരു ശരീരത്തിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും ആ ഉണ്ടായിരുന്ന ജീവനാണ് പുതിയ ഒരു ശരീരത്തോടു കൂടി പുതിയ ഒരു സാഹചര്യത്തിൽ ചുറ്റുപാടിൽ ജനിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായവനാണ് എന്ന് വിചാരിക്കുന്നു. എത്ര വിഡ്ഢിത്തം! ഉള്ളത് മാത്രമേ ജനിക്കൂ. ജനിക്കാൻ ഒന്ന് വേണം, അത് ജനനത്തിന് മുമ്പേ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ജനനം എന്നുള്ള വാക്കിന് എന്തർത്ഥമാണുള്ളത്? ഇല്ലാതിരുന്നിട്ട് നിലവിൽ വരുന്നു എന്ന് പറയാൻ പറ്റുമോ? മറ്റൊരു രൂപത്തിൽ ഉണ്ടായിരുന്ന ഞാൻ പുതിയ ഒരു രൂപത്തിൽ പ്രകടമാകുന്നു, അത്രയേ ഉള്ളൂ. രൂപമാറ്റം, അതാണ് ജനനം. മരണവും അതുപോലെ തന്നെ. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തു കിടക്കുന്നു, മറ്റെവിടെയോ ചെന്ന് ജനിക്കുന്നു, വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്നാൽ അത് മരണം, ഒരു ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ജനനം. ഈ പുറത്ത് കടന്നതും മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ചതും ഒരേ ആൾ. അയാൾ എങ്ങനെയാണ് ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാതിരുന്നിട്ട് ഇല്ലാതാവുക?